نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ടും തഖികളായിക്കൊണ്ടും മുഅ്മിനുകളായിക്കൊണ്ട് ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങളെവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ ഈ ഒരു കുറഞ്ഞ സമയം ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മുടെ ഈ ഇരുത്തം, നമ്മുടെ ഈ ഒരു സമയം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നൊരു സ്വാലിഹ അമലായി സ്വീകരിക്കുമാറാകട്ടെ. മനുഷ്യരായ നമ്മുടെ ദുനിയാവിലെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ആ ജീവിതമെന്നും അതുകൊണ്ടുള്ള ജീവിത ലക്ഷ്യം എന്താണ് എന്നും വിശുദ്ധ ഖുർആനും ഹദീസുകളും പരിശോധിച്ചു നോക്കിയാൽ അതിന് കൃത്യമായ ഒരു ഉത്തരം കാണാൻ നമുക്ക് കഴിയും. ഒരിക്കലും മരണത്തോടു കൂടി മനുഷ്യന്റെ ജീവിതം അവസാനിക്കുകയല്ല, മറിച്ച് മരണം എന്നത് അവന്റെ പരലോകത്തേക്കുള്ള ഒരു വാതിലാണ്, മറ്റൊരു ജീവിതത്തിലേക്ക്, മറ്റൊരു ലോകത്തേക്ക് അവന് പ്രവേശിക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആനും ഹദീസുകളും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ആ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് വിജയിക്കാൻ ആവശ്യമായ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള, നന്മകൾ ചെയ്യാനുള്ള അവസരമായിക്കൊണ്ടാണ് ഈ ദുനിയാവിലെ നമ്മുടെ ജനനം മുതൽ നമ്മുടെ മരണം വരെയുള്ള ഇഹലോക ജീവിതം എന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചിരുന്നുണ്ട്. നമുക്ക് മരണം വരെയാണ് പ്രവർത്തിക്കാനുള്ള, നന്മകൾ ചെയ്യാനുള്ള, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള, സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുവാനുള്ള അവസരം. മരണത്തോടു കൂടി ആ പ്രവർത്തിക്കുവാനുള്ള അവസരം അത് കഴിയുകയാണ്. പിന്നീട് നമ്മുടെ മരണം വരെയുള്ള ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ടാണ്, നമ്മൾ ചെയ്ത നന്മകളും തിന്മകളും വിലയിരുത്തിക്കൊണ്ടാണ്, ആ നന്മകളെയും തിന്മകളെയും നോക്കിക്കൊണ്ടാണ് നമ്മൾ സ്വർഗാവകാശികളാണോ നരകാവകാശികളാണോ എന്ന് വേർതിരിക്കപ്പെടുന്നത്. ഇത് വിശുദ്ധ ഖുർആനും ഹദീസുകളും പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിന്റെ 67-ാം അധ്യായം സൂറത്ത് മുൽക്കിലെ 2-ാമത്തെ ആയത്ത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള ആ ഒരു ജീവിതകാലം, ആ ഒരു സമയം, അതെന്തിനാണ്? വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു, ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നമ്മളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത്, ഏറ്റവും നന്നായി പണിയെടുക്കുന്നത്? ഏതാണ് ആ നന്മ എന്ന് വിശുദ്ധ ഖുർആൻ ഹദീസുകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ സഞ്ചരിക്കേണ്ട നന്മയുടെ പാത ഏതാണ്? നമ്മൾ സഞ്ചരിക്കാൻ പാടില്ലാത്ത തിന്മയുടെ മാർഗം ഏതാണ്?
എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആരൊക്കെയാണോ ആ നന്മയുടെ പാത തിരഞ്ഞെടുക്കുന്നത്, ആരൊക്കെയാണോ ആ തിന്മയുടെ പാത തിരഞ്ഞെടുക്കുന്നത് എന്ന ഒരു പരീക്ഷണമാണ് നമ്മുടെ ദുനിയാവിലെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരാം. വിശുദ്ധ ഖുർആനിന്റെ 76-ാം അധ്യായം സൂറത്ത് ഇൻസാനിലെ 3-ാമത്തെ ആയത്ത്, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. ഏതാണ് സന്മാർഗമെന്ന്, ഏത് മാർഗത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമുക്കത് കാണിച്ചു തന്നിട്ടുണ്ട്. ആരൊക്കെയാണ് ആ മാർഗത്തിലൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ശാക്കിറുള്ള ഒരടിമയാകുന്ന, നന്ദിയുള്ള ഒരടിമയാകുന്നത്, ആരൊക്കെയാണ് ആ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട്, ആ മാർഗത്തിൽ നിന്ന് തെറ്റിക്കൊണ്ട് അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്ന ഗഫൂറായ അടിമകളായി ജീവിക്കുന്നത് എന്ന പരീക്ഷണമാണ് ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയാണ് ദുനിയാവിലെ ജീവിതമെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരാം. അതുകൊണ്ട് നന്ദി കാണിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ മരണം നമ്മളിലേക്ക് വരുന്നതിന് മുമ്പ് ഏത് സമയത്തും അത് സഞ്ചരിക്കാം, അത് സംഭവിക്കാം. അതിനു മുമ്പ് അള്ളാഹുവിനോട് അങ്ങേയറ്റം നന്ദിയുള്ള അടിമകളായി തീരാൻ, നന്ദികേട് കാണിക്കുന്ന പ്രവർത്തനങ്ങൾ, അത്തരം വാക്കുകൾ നമ്മളിൽ ഇല്ലാതിരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എങ്കിലേ നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് പരലോകത്ത് വിജയിക്കാൻ സാധിക്കുള്ളൂ. ഇനി വിശുദ്ധ ഖുർആൻ ചില ആളുകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തിരുന്നുണ്ട്. ഏതാണ് ആളുകൾ? ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ആ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ തയ്യാറാകാതെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിക്കാൻ തയ്യാറാകാതെ, അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ, അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലുമൊക്കെ അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ച് ജീവിക്കുന്ന ആളുകൾ, ഈ ആളുകൾ ഖേദിക്കുന്ന, സങ്കടപ്പെടുന്ന ചില അവസ്ഥകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. നമസ്കരിക്കേണ്ട സമയത്ത് അവർ നമസ്കരിക്കാൻ സമയം കണ്ടെത്തിയില്ല. ഇത്തരത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ പഠിക്കാനും വേണ്ട സമയങ്ങളിൽ അതിനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടും അതിനുവേണ്ടി സമയം മാറ്റിവെക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് പാവപ്പെട്ടവരെ സഹായിക്കുവാനും അള്ളാഹുവിന്റെ മാർഗത്തിനും അത് ഉപയോഗപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ദുനിയാവിന്റെ പിറകെ ഇങ്ങനെ ഓടി നടന്ന് ആ ദുനിയാവ് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുകയാണ് അവർ ചെയ്തത്. അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടതിന് പകരം അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുകയാണ് അവർ ചെയ്തത്. ഈ ആളുകളുടെ ചില അവസ്ഥകൾ വിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചിരുന്നുണ്ട്. ഒന്ന്, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് 23-ാമത്തെ സൂറത്ത് മുഅ്മിനൂനിലെ 99-100 ആയത്തുകളാണ്. ഈ ആളുകളുടെ മുമ്പിൽ മരണം വന്നെത്തുകയാണ്. അത്രയും കാലം അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ച് ജീവിച്ച് അവസാനം അവരുടെ മുമ്പിൽ അവരുടെ മരണം വന്നെത്തുന്ന ആ ഒരു സമയത്തെ വിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരികയാണ്. മരണം എത്തുമ്പോ അവർ അള്ളാഹുവിനോട് പറയുന്നെന്താ? അള്ളാഹു ഒന്ന് മടക്കി തരണം, അല്ലെ? ഞങ്ങളുടെ മരണത്തെ ഈ സമയത്ത് നീ ഞങ്ങളെ പിടിക്കല്ലേ, ഞങ്ങൾക്ക് ഒന്നുകൂടി അവസരം കൊണ്ടാ. അള്ളാഹു നീ ഞങ്ങളെ ഒന്നുകൂടി മടക്കിക്കൊണ്ട, കുറച്ചു കാലം കൂടി ജീവിക്കാൻ ഞങ്ങൾക്ക് അവസരം കൊണ്ടാ. എങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം? തൊട്ടടുത്ത ആയത്തിൽ അവർ പറയുകയാണ്, ഞങ്ങൾ ഒഴിവാക്കിയ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാം, അല്ലെ? നമസ്കാരം ഒഴിവാക്കിയിട്ടുണ്ട്, ഇനി മുതൽ ഞങ്ങൾ നമസ്കരിക്കാം. നോമ്പ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങൾ നോമ്പ് നോൽക്കാം. സക്കാത്ത് കൊടുത്തിട്ടില്ല, ഞങ്ങൾ കൃത്യമായി സക്കാത്ത് കൊടുക്കാം. നന്മകളൊക്കെ ഞങ്ങൾ ചെയ്യാം. ഞങ്ങൾ ഒഴിവാക്കിയ സൽക്കർമ്മങ്ങൾ, സ്വാലിഹായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യാം. നീ ഞങ്ങൾക്ക് അവസരം, ഞങ്ങളുടെ ഇതൊന്ന് മരണത്തെ ഒന്നുകൂടി നീ ഞങ്ങൾക്ക് നീട്ടിക്കൊണ്ട എന്ന് അള്ളാഹുവിനോട് പറയാം. ഞങ്ങൾ ഒഴിവാക്കിയ ആ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാം. എന്നാൽ അള്ളാഹു പറഞ്ഞതെന്താ? ഇല്ല, പിന്നൊരു അവസരമില്ല. നമ്മൾ എത്ര അള്ളാഹുവിനോട് കെഞ്ചി പറഞ്ഞാലും പിന്നീട് ആ മരണത്തെ ഒരു സെക്കൻഡ് പോലും അള്ളാഹു പിന്തിക്കുകയില്ല. ആ മരണത്തെ ആ സമയത്ത് തന്നെ അള്ളാഹു തീരുമാനിച്ച ആ സെക്കൻഡിൽ തന്നെ അവരുടെ മരണം സംഭവിക്കുക തന്നെ ചെയ്യും. അള്ളാഹു പറയാ, ഇല്ല, അത് അവരുടെ ഒരു വെറും വാക്ക് മാത്രമാണ്. ഇനി അവർ ബർസഖിയായ ജീവിതത്തിലാണ്, ഖബർ ജീവിതത്തിലാണ്, പരലോക ജീവിതത്തിനിടയിലുള്ള ആ ഒരു ബർസഖിയായ ജീവിതത്തിലാണ്. ദുനിയാവിൽ ഇനി അവർക്കൊരു ജീവിതമില്ല, അവർ അവരുടെ ബർസഖിയായ ജീവിതത്തിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മറുപടി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു.
ആരാണ് ഇങ്ങനെ മരണം മുന്നിൽ വരുന്ന സമയത്ത് സങ്കടപ്പെടേണ്ടി വരുന്നത്? നമസ്കരിക്കേണ്ട സമയത്ത് നമസ്കരിക്കാത്തവർ, നോമ്പ് നോൽക്കേണ്ട സമയത്ത് നോമ്പ് നോൽക്കാത്തവർ, നന്മകൾ ചെയ്യാൻ അവസരം കിട്ടുന്ന സമയത്ത് അതിനുവേണ്ടി പരിശ്രമിക്കാത്ത ആളുകൾ മരണമെത്തുന്ന സമയത്ത് ഖേദിക്കുകയാണ്, സങ്കടപ്പെടുകയാണ്. കുറച്ചുകൂടി ഒന്ന് ഞങ്ങൾക്ക് അവധി നീട്ടിക്കൊണ്ട എന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്. ഇനിയോ വിശുദ്ധ ഖുർആനെ മറ്റൊരിടത്ത് നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ ആ സമ്പത്തിനെ നല്ല മാർഗത്തിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് അവരോട് പറയുകയാണ്. എപ്പോ? മിൻ ഖബ്ലി അൻ യഅതി അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്ക് മരണം വന്നെത്തുന്നതിന് മുമ്പ്, മരണം നിങ്ങളുടെ അടുക്കലേക്ക് എത്തുന്നതിന് മുമ്പ് അതിൽ നിന്ന് നിങ്ങൾ നന്മകൾ ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ആ മരണം അവരുടെ മുമ്പിൽ വന്നെത്തുമോ അത്രയും കാലം ആ സമ്പത്തിന് അത്തരത്തിൽ ഒരു നന്മകൾക്ക് ഉപയോഗിക്കാത്ത മനുഷ്യർ, ആ മരണം അവരുടെ മുമ്പിൽ വന്നെത്തുകയാണ്. അവസാനം അത്രയും കാലം ആ സമ്പത്തിനെ നന്മകൾക്ക് വേണ്ടി ഒന്നും ഉപയോഗപ്പെടുത്താതെ വെച്ച മനുഷ്യർ, ദുനിയാവിന് വേണ്ടി മാത്രം സമ്പത്ത് ഉപയോഗപ്പെടുത്തിയ മനുഷ്യർ, ആ മരണം എത്തുന്ന സമയത്ത് അവർ പറയാ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അല്ലാഹു നീ ഞങ്ങളെ മരണത്തെ ഒരടുത്ത കൂടുതൽ കാലമൊന്നും വേണ്ട, ഇലാ അജലിൻ ഖരീബ്, അല്ലെ, കുറച്ചു കാലം കൂടി നീ ഞങ്ങൾക്കൊന്ന് നീട്ടിക്കൊണ്ട, ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, എന്നാ ഞങ്ങൾ സ്വതക്ക നൽകാം, ദാനധർമ്മം ചെയ്യാം, വഅകും മിനസ് സ്വാലിഹീൻ, ഞങ്ങൾ ഒരു സ്വാലിഹായ ഒരു നല്ല മനുഷ്യനായി ഒരു നല്ല വിശ്വാസിയായി ഞങ്ങൾ ജീവിക്കാം, ഞങ്ങളുടെ മരണം ഒന്നുകൂടി നീട്ടി ഒന്നുകൂടി ദീർഘിപ്പിച്ച് കുറച്ചു കാലം കൂടി ജീവിക്കാനുള്ള അവസരം നീ ഞങ്ങൾക്ക് നൽകണമെന്ന് പറയുന്നത്. ഇതാണ് ഒരവസ്ഥ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആ മരണം മുമ്പിൽ വരുന്ന സമയത്ത് ഖേദിക്കുകയാണ്, സങ്കടപ്പെടുകയാണ്, കുറച്ചു കാലം കൂടി ജീവിക്കാനുള്ള അവസരം കൊണ്ടാ എന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെടാം. രണ്ടാമത്തെ ഒരു അവസ്ഥ വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്, അന്ത്യദിനം സംഭവിക്കുമ്പോഴാണ്. അല്ലെ, ഈ ദുനിയാവ് മൊത്തമായിട്ട് അവസാനിക്കാൻ പോവാണ്. അന്ത്യദിനം, അള്ളാഹു പറഞ്ഞ ആ ഒരു അന്ത്യദിനം അത് സംഭവിക്കുകയാണ്. ആ ഒരു സമയത്ത് ഇത്തരത്തിൽ അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ച് ജീവിച്ച ആളുകൾ പറയുന്ന ഒരവസ്ഥ വിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ജനങ്ങൾക്ക് ആ വലിയ ശിക്ഷ വന്നെത്തുന്നതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നീ അവർക്ക് നൽകുക. ആ വലിയ ശിക്ഷ സംഭവിക്കുന്ന ആ സമയത്ത് അവര് പറയും, അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ച് ജീവിച്ചിരുന്ന ആളുകൾ പറയും, ചെയ്ത് ജീവിച്ച ആളുകൾ എന്നാണ്, അക്രമം ചെയ്ത് ജീവിച്ച ആളുകൾ എന്നാണ്. ആ ആളുകൾ പറയാ, റബ്ബനാ അഖിർനാ ഇലാ അജലിൻ ഖരീബ്, അല്ലാഹുവേ കുറച്ചു കാലം കൂടി ഞങ്ങൾക്ക് ജീവിക്കാൻ എന്നൊരു അവസരം കൊണ്ട് നീ നുജിബ് ദഅവതക വനത്തബിഉ റുസുല, എങ്കിൽ നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകാം, നിന്റെ പ്രവാചകന്മാരെ ഞങ്ങൾ അനുസരിക്കാം. എന്താ നിന്റെ വിളിക്ക് ഉത്തരം നൽകുക? ആ വിശുദ്ധ ഖുർആനിന്റെ വേദഗ്രന്ഥങ്ങളുടെ കൽപ്പനകൾക്ക്, വിളികൾക്ക് ഞങ്ങൾ ഉത്തരം നൽകി അത് പറയുന്നത് പോലെ ഒരു നല്ല മനുഷ്യനായി ഞാൻ ജീവിക്കാം. നിന്റെ പ്രവാചകന്മാർ പഠിപ്പിക്കുന്ന ആ ദീനിന്റെ മാർഗത്തിലേക്ക് അവരെ പിന്തുടർന്നുകൊണ്ട് അവരെ അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കാം. നീ ഞങ്ങൾക്ക് കുറച്ചു കാലം കൂടി ജീവിക്കാൻ അവസരം കൊണ്ടാ. എന്നിട്ടോ അവലം തഖൂനു അഖ്സംതും മിൻ ഖബ്ലി മാ ലകും മിൻ സവാൽ, ആ സമയത്ത് അല്ലാഹു തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹു തിരിച്ചു പറയുന്നത് എന്താണ്? അല്ല കൂട്ടരെ, നിങ്ങളല്ലേ പറഞ്ഞത് ഈ ദുനിയാവ് വിട്ട് വേറൊരു ജീവിതമില്ല, ഈ ദുനിയാവിൽ തന്നെ എല്ലാം തീർന്നു പോകുകയാണ് എന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്? കുറച്ചു കാലം കൂടി ജീവിക്കാന് ഒരവസരം കൊണ്ടായെന്ന് ചോദിക്കുന്നു. അല്ലെ, ഇപ്പൊ നിങ്ങൾ എന്താണ് കുറച്ചു കാലം കൂടി ജീവിക്കാൻ അവസരത്തിന് വേണ്ടി ചോദിക്കുന്നു. എന്നാൽ പരലോകത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഖബർ ജീവിതത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോ അതിങ്ങനെ പല കുത്തുകളിലൂടെയും ക്ലാസ്സുകളിലൂടെയൊക്കെ കേൾക്കുമ്പോ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോ അവരെന്താണ് പരിഹാസത്തോടുകൂടി, മരണത്തിനപ്പുറം ഒരു ജീവിതം, ഇനി ഒരു ജീവിതം വരാനുണ്ടോ, ലോകം അവസാനിക്കേ, ഇതെല്ലാം തീർന്നു പോകെ, എങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് പറഞ്ഞിരുന്ന മനുഷ്യർ ആ ഒരു അവസ്ഥ തന്റെ മുമ്പിൽ വരുന്ന സമയത്ത് അവര് പറയാ, കുറച്ചു കാലം കൂടി ഒന്ന് ജീവിക്കാൻ അവസരമുണ്ട്, എന്നാ ഞങ്ങൾ നന്നാകാം, ഞങ്ങൾ സൽക്കർമ്മം ചെയ്യാം. അപ്പൊ അന്ന് തിരിച്ചു ചോദിക്കുക, അല്ല നിങ്ങളല്ലേ പറഞ്ഞത് ഈ ദുനിയാവ് വിട്ട് വേറൊരു ജീവിതമില്ല എന്ന്? വിശുദ്ധ ഖുർആനിന്റെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 44-ാമത്തെ ആയത്ത്. മൂന്നാമത്തെ ഒരു അവസ്ഥ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്,
നാളെ പരലോകത്ത് നമ്മളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ വരുന്ന ആ ഒരു സമയത്ത്, വിചാരണക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഈ മനുഷ്യരുടെ മറ്റൊരു ഖേദപ്രകടനം. നന്നായി ജീവിക്കാൻ തയ്യാറാകാതെ അതിനൊരുപാട് കാലം അവസരം ഉണ്ടായിട്ടും 10ഉം 50ഉം 60ഉം ഒക്കെ വർഷം ദുനിയാവിൽ ജീവിക്കാൻ അവസരം ഉണ്ടായിട്ടും ഒരുപാട് ക്ലാസ്സുകളും കുത്തുബകളും ഒക്കെ കേട്ടിട്ടും വിശുദ്ധ ഖുർആൻ പലതവണ പാരായണം ചെയ്തിട്ടും അതിൽ ഒരുപാട് ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടും ഒക്കെ അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാത്ത ആളുകൾ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആ ഒരു അവസ്ഥ വിശദീകരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിന്റെ 32-ാമത്തെ സൂറത്തു സജദയിലെ 12-ാമത്തെ ആയത്ത്. വലൗ തറാ ഇദിൽ മുജ്രിമൂന നാഖിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ തല താഴ്ത്തിക്കൊണ്ട് നിൽക്കുകയാണ് അവർ. അള്ളാഹുവിന്റെ മുമ്പിൽ തല താഴ്ത്തിക്കൊണ്ട് നിൽക്കുകയാണ് അവർ. എന്താ തല താഴ്ച നിൽക്കാൻ കാരണം? അള്ളാഹുവിനെ നോക്കാൻ അവർ കഴിയുന്നില്ല. കാരണം എന്താ? ആ റബ്ബിനോട് നന്ദികേട് കാണിച്ചിട്ടാ ഇത്രയും കാലം അവർ ജീവിച്ചത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ തല താഴ്ച നിൽക്കുകയാണ് അവർ. എന്നിട്ട് അവർ അള്ളാഹുവിനോട് പറയുന്നതാണ്, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഇപ്പൊ എല്ലാം മനസ്സിലായി, ഞങ്ങളെല്ലാം കണ്ടിരിക്കുന്നു, ഞങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കിയിരിക്കുന്നു, എല്ലാം ഞങ്ങൾക്ക് നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടിരിക്കുന്നു. വസമിഅനാ ഫർജിഅനാ. ഇനി ഞങ്ങളെ നീ ഒന്ന് മടക്കി തരണം. അല്ലെ, ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അവസ്ഥയെ കുറിച്ച്, മരണാന്തരമുള്ള ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ പരിഹസിച്ച ആളുകൾ അവസാനം ആ ഒരു സന്ദർഭം അവരുടെ മുമ്പിൽ വന്ന് ആ റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന സമയത്ത് അവർ അള്ളാഹിനോട് പറയാ, അള്ളാഹുവേ, ഇനി നീ ഞങ്ങൾ ഒന്നുകൂടി മടക്കി തരികയാണെങ്കിൽ, ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഇതാ ഞങ്ങളെല്ലാം കണ്ടും കേട്ടും ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു, ഇനി നീ ഞങ്ങളെ മടക്കി തരണം. ഫർജിഅനാ നഅമൽ സ്വാലിഹൻ ഇന്നാ മൂഖിനൂൻ. അങ്ങനെ നീ മടക്കി തരികയാണെങ്കിലോ ഞങ്ങൾ സ്വാലിഹീങ്ങളായി ജീവിക്കും. സ്വാലിഹീങ്ങളായി ജീവിക്കുന്നു മാത്രമല്ല, ഞങ്ങൾ മൂക്കിനുകളായി ദൃഢവിശ്വാസമുള്ള ആളുകളേക്കാരം. ഞങ്ങളടുത്ത് ഒരു തെറ്റും സംഭവിക്കൂല, ഏറ്റവും നല്ല ദൃഢവിശ്വാസമുള്ള ആളുകളായിട്ട് ഞങ്ങൾ ജീവിക്കുന്നവരായിരിക്കുമെന്ന് ഈ ആളുകൾ അള്ളാഹുവിനോട് പറയുന്നത് 32-ാമത്തെ സൂറത്തു സജദയിലെ 12-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അള്ളാഹ് അവർക്ക് നൽകുന്ന മറുപടിയുണ്ട്. ആ സൂറത്തിലെ തന്നെ 14-ാമത്തെ ആയത്ത് അവർക്ക് അള്ളാഹു നൽകുന്ന മറുപടിയുണ്ട്. ഫദൂഖൂ ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ. ഇനി നിങ്ങൾ അനുഭവിച്ചോളി. അല്ലെ, നിങ്ങൾ ദുനിയാവിൽ ചെയ്തു കൂട്ടിയ നന്ദികേടുകൾക്കുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക. എന്താ കാരണം? ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ. എന്റെ മുമ്പിൽ ഇതുപോലെ വന്നു നിൽക്കേണ്ടി വരുന്ന ഒരു ദിവസത്തെ മറന്നുകൊണ്ടാണ് നിങ്ങൾ ദുനിയാവിൽ ജീവിച്ചത്. അല്ലെ, നമസ്കാരം ഒഴിവാക്കുമ്പോ ആ മനുഷ്യൻ ചിന്തിക്കുന്നില്ല, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ചെന്നു നിൽക്കേണ്ടവനാണല്ലോ, ആ നമസ്കാരം നഷ്ടപ്പെടുത്തിയത് ഞാൻ എന്റെ റബ്ബിനോട് കണക്ക് പറയേണ്ടവനാണല്ലോ എന്നവൻ മറന്നുപോയി. നോമ്പൊഴിവാക്കിയപ്പോ, സക്കാത്ത് കൊടുക്കാതിരുന്നപ്പോ, പല തിന്മകൾ ചെയ്തപ്പോ അവൻ ചിന്തിച്ചില്ല, ഈ ചെയ്ത തിന്മകൾക്ക് ഞാൻ എന്റെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടവനാണല്ലോ എന്ന ബോധം ഉണ്ടായില്ല. അള്ളാഹിനെ മറന്ന് അങ്ങനെ ജീവിച്ചു. അതാണ് അള്ള പറയുന്നത്, അവർക്ക് അള്ളാഹു നൽകുന്ന മറുപടി അതാണ്. നിങ്ങൾ ഈ ഒരു ദിവസം എന്റെ മുമ്പിൽ ഇതുപോലെ വന്നു നിൽക്കുന്ന ഒരവസ്ഥയെ നിങ്ങൾ മറന്നുകൊണ്ടാണ് ജീവിച്ചത്. അതുകൊണ്ട് ഇന്നാ നസീനാകും, ഇന്ന് ഞാൻ നിങ്ങളെ മറന്നുകളയാ. നിങ്ങൾ എന്താവശ്യപ്പെട്ടിട്ടും അത് അംഗീകരിക്കാനോ അത് കേൾക്കാനോ എനിക്ക് സൗകര്യമില്ല, അല്ലെ, ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഇനി നിങ്ങൾ ചെയ്തു കൂട്ടിയതിനുള്ള ശിക്ഷ എന്താണോ അത് നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക. വദൂഖു അദാബൽ ഖുൽദി ബിമാ കുൻതും തഅമലൂൻ. ഇനി നിങ്ങൾക്ക് അവസാനമില്ലാത്ത ശാശ്വതമായ ശിക്ഷ നിങ്ങൾ ചെയ്തതിനുള്ളത് നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന മറുപടി. എന്താ? പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ, അതിനെക്കുറിച്ച് കുത്തുബകളുടെയും ക്ലാസ്സുകളുടെയും കേൾക്കുമ്പോൾ അതിനെ ആ ഗൗരവത്തിൽ കാണാൻ കഴിയാത്ത ആളുകൾ അവസാനം അത് മുമ്പിൽ വന്നു നിൽക്കുന്ന, അത് ബോധ്യപ്പെടുന്ന സമയത്ത് അള്ളാഹിനോട് പറയാം, കുറച്ചു കാലം കൂടി ഞങ്ങൾക്ക് എല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്, ഇനി ഒന്നും കൂടി മടങ്ങിപ്പോയി ദുനിയാവിൽ പോയി ജീവിക്കാനുള്ള അവസരം തരികയാണെങ്കിൽ ഞങ്ങൾ നല്ല ആളുകളേക്കാരം, നല്ല സ്വാലിഹീങ്ങളേക്കാരം, മൂക്കിനുകളായിരിക്കും ഞങ്ങൾ, ആ രൂപത്തിൽ ഞങ്ങൾ ജീവിച്ചു കൊള്ളാമെന്ന് പറയും. അപ്പൊ അള്ളാഹു തിരിച്ചവരോട് പറയുന്ന മറുപടിയാ, നിങ്ങൾ ദുനിയാവിൽ ജീവിച്ച അത്രയും കാലം ഈ ഒരു അവസ്ഥയെ മറന്നുകൊണ്ടാണ് ജീവിച്ചത്, അതുകൊണ്ട് ഇനിയൊരു മടക്കല്ല, ഇനി നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചെയ്തതിനുള്ള ശിക്ഷ അത് നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്ന് അവർക്ക് അള്ളാഹു മറുപടി നൽകും. 4-ാമത്തെ ഒരു അവസ്ഥ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. 6-ാമത്തെ സൂറത്തു അൻആമിലെ 27-ാമത്തെ ആയത്ത്. അതെന്താണ്? ഈ മനുഷ്യരുടെ വിചാരണയും കഴിഞ്ഞ്
നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന ആ നരകത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അള്ളാഹിനോട് നന്ദികേട് കാണിച്ച് ജീവിച്ച ആളുകൾ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്താത്ത ആളുകൾ, തിന്മകൾ ചെയ്യുന്നിടത്ത് ഒരു നിയന്ത്രണവുമില്ലാതെ അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിച്ചുകൊണ്ടും കളവാക്കിക്കൊണ്ടും ആ റബ്ബിനെ മറന്നുകൊണ്ടും പല രൂപത്തിലുള്ള തിന്മകൾ ചെയ്ത് ജീവിച്ച ആളുകൾ, ആ ആളുകൾ ആ നരകത്തിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഒരു സമയം വിശുദ്ധ ഖുർആൻ അത് വിവരിക്കുന്നുണ്ട്. 6-ാം അധ്യായം സൂറത്ത് അൻആമിലെ 27-ാമത്തെ ആയത്ത്, വലൗ തറാ ഇദ് വുഖിഫു അലന്നാരി فقالوا يا ليتنا نرد ولا نكذب بآيات ربنا ونكون من المؤمنين. ആ സമയത്ത് അവർ സ്വയം കുറ്റപ്പെടുത്തുക. ഇനി ആരും ഒന്നും പറയല്ല, സ്വയം കുറ്റപ്പെടുത്തുക, സ്വയം ശപിക്കുകയാണ് അവർ. എന്താ? വലൗ തറാ, നീ കാണുന്ന സന്ദർഭം. ഏത് സന്ദർഭം? ഇത് വുഖിഫു അലന്നാർ, ആ നരകത്തിന്റെ നാറിന് മുമ്പിൽ ഇങ്ങനെ അവരെ നിർത്തപ്പെടുന്ന ആ ഒരു സന്ദർഭം. ആ സമയത്ത് അവര് പറയാ, ഫഖാലു യാ ലൈതനാ നുറദ്ദു വലാ നുകദ്ദിബു ബിആയാതി റബ്ബിനാ. അവര് പറയണെന്താ? എന്തൊരു കഷ്ടമാണ്, അല്ലാഹുവിന്റെ ആയത്തുകളെ കളവാക്കാതെ ആ ആയത്തുകളിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു മുഅ്മിനായി നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ എന്ന്, ദുനിയാവിൽ ഒരു മുഅ്മിനായി ജീവിച്ചിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ ആയത്തുകളെ കളവാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ നരകത്തിന് മുമ്പിൽ വന്ന് നിൽക്കുന്ന, ആ നരകത്തിലേക്ക് എടുത്തെറിയപ്പെടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളിൽ ഞങ്ങൾ ഉണ്ടാവുകയില്ലല്ലോ എന്ന് സങ്കടം പറയുന്ന ഒരവസ്ഥ വിശുദ്ധ ഖുർആൻ നമുക്ക് വിരിച്ചു തരാം. അവിടെയും അള്ളാഹു അവർക്ക് നൽകുന്ന മറുപടിയുണ്ട്. എന്താ? ബൽ ബദാ ലഹും മാ കാനൂ യുഖ്ഫൂന മിൻ ഖബൽ വലൗ റുദ്ദു ലആദു ലിമാ നുഹു അൻഹു വഇന്നഹും ലകാദിബൂൻ. അല്ലാഹു പറയാ, അതൊക്കെ അവർക്ക് അവരുടെ ഈ അവസ്ഥകളും മറ്റൊക്കെ അവരുടെ മുമ്പിൽ ഇങ്ങനെ വെളിവാക്കിയിരിക്കുകയാണ്. ഇപ്പോ എല്ലാം അവർക്ക് കണ്ടു ബോധ്യപ്പെടുകയാണ്. മുമ്പ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവരോട് പറഞ്ഞിരുന്നത് അവർക്ക് മുമ്പിൽ അത് കൃത്യമായി വെളിവാകുകയാണ്. അതുകൊണ്ട് അള്ളാഹു പറയാ, ഇനി അവർക്കൊരു മടങ്ങി ജീവിക്കാനുള്ള അവസരം കൊടുത്താലും അവര് മാറാനൊന്നും പോകുന്നില്ല, അല്ലെ? അതൊരു വെറും വാക്ക് മാത്രമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. നമ്മള് പലപ്പോഴും ഇല്ലേ, ചിലപ്പോൾ ഒരു നല്ല ഖുത്ബ കേൾക്കുമ്പോൾ, നല്ലൊരു ക്ലാസ് കേൾക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കും, നന്നാകണം, ഇനി ഞാൻ അത്തരം തിന്മകളൊന്നും ചെയ്യുന്നില്ല, ഞാൻ നന്മകൾ ചെയ്യാണ്, അല്ലെ? കേൾക്കാഞ്ഞിട്ടല്ല, നമ്മൾ തീരുമാനം എടുക്കും. അതില് ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയില്ല. അതാണ് അള്ളാഹു പറയുന്നത്. ഇനി മടക്കിയാലും അവര് വീണ്ടും അതിലേക്കൊക്കെ തന്നെ പോകും. അത്രയൊക്കെ ഉള്ളൂ അവർ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു. ഇനി 5-ാമത്തെ ഒരു അവസ്ഥ, ആ നരകത്തിലേക്ക് എടുത്തെറിയപ്പെട്ട് ആ നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്ന ഒരവസ്ഥയെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ ആളുകള് ഈ തിന്മകൾ ചെയ്ത് അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ച് ജീവിച്ച ആളുകൾ, അവരുടെ മറ്റൊരവസ്ഥ വിശുദ്ധ ഖുർആൻ പറയുന്നത്, അവർ സങ്കടപ്പെടുന്ന, അവർ ഖേദിക്കുന്ന, ദുനിയാവിൽ ഒരു മുഅ്മിനായി ജീവിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു മുഅ്മിനായി ജീവിക്കാൻ ശ്രമിക്കാത്തതിന്റെ പേരിൽ ഖേദം പ്രകടിപ്പിക്കുന്ന മറ്റൊരവസ്ഥ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത് നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്ന ആ ഒരു സമയത്തെയാണ്. ആ നരകത്തിൽ കടന്നെരിയുകയാണ്. അവർ ചെയ്തു കൂട്ടിയ ദുനിയാവിൽ അവരിൽ സംഭവിച്ചു പോയ തിന്മകളുടെ പേരിൽ, തെറ്റുകളുടെ പേരിൽ നരകത്തിലേക്ക് എടുത്തെറിയപ്പെട്ട് ആ നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്ന ആ ഒരു സമയത്ത് അവര് പറയുന്ന ഒരു ഖേദപ്രകടനമുണ്ട്. 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിലെ 37-ാമത്തെ ആയത്ത്, വഹും യസ്തരിഖൂന ഫീഹാ, ആ നരകത്തിൽ കടന്ന് അവരിങ്ങനെ മുറവിളി കൂട്ടും, ആർത്തലച്ച് അവരിങ്ങനെ വലിയ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നരകത്തിന്റെ ശിക്ഷ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരുന്നിങ്ങനെ ആ നരകത്തിന്റെ ശിക്ഷയിൽ കടന്നിങ്ങനെ, തീയിൽ കടന്നിങ്ങനെ മുറവിളി കൂട്ടുകയാണ് അവർ. എന്നിട്ട് എന്താ അവർ പറയുന്നത്? റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ, അല്ലാഹു നീ ഞങ്ങളെ ഒന്ന് പുറത്തു കൊണ്ടുവന്നതാ, ഈ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്ത്, ഈ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ ഒന്ന് പുറത്തു കൊണ്ടുവന്നതാ. നഅമൽ സ്വാലിഹൻ, ഞങ്ങൾ സൽക്കർമ്മം ചെയ്യാം, ഞങ്ങൾ സ്വാലിഹുകളാകാം. എങ്ങനെ? ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇത്രയും കാലം ഞങ്ങൾ ചെയ്യാത്ത ആ സൽക്കർമ്മങ്ങൾ ഉണ്ടല്ലോ, അല്ലെ? ആ സൽക്കർമ്മങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് എന്ത് ചെയ്തത്? നരകത്തിലേക്ക് എടുത്തെറിയപ്പെട്ടത്. ദുനിയാവിൽ ജീവിച്ച സമയത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് നരകത്തിലേക്ക് എത്തിയത്. അപ്പൊ അവർക്ക് ബോധ്യപ്പെട്ടു, ഞങ്ങൾ ആ സൽക്കർമ്മങ്ങൾ ഒഴിവാക്കിയത് കൊണ്ടാണ് ഈ നരകത്തിലെത്തിയത്. അപ്പൊ അവർ അള്ളാഹിനോട് പറയാം, അള്ളാഹു നീ ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്ത്,
നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ ഒന്ന് പുറത്തു കൊണ്ടുവന്നത്, ഞങ്ങൾ ഒഴിവാക്കിയ, ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ ആ സൽക്കർമ്മങ്ങൾ ഞങ്ങൾ പ്രവർത്തിക്കാം. അല്ലെ? അപ്പൊ അള്ളാഹു അവരോട് പറയുന്നത് എന്താ അറിയോ? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. അല്ലെ? അള്ളാഹ് ചോദിക്കുക, ന്യായമായ ഒരു ചോദ്യം ചോദിക്കുക, അല്ല മനുഷ്യരെ, നിങ്ങൾക്ക് ചിന്തിക്കാനും ആലോചിക്കാനും ആവശ്യമായ അത്രയും കാലം, അല്ലെ? നമ്മൾ ഇന്ന് ജനിച്ച് നാളെ മരിച്ച് നമ്മൾ നരകത്തിലേക്ക് പോവാണോ? അല്ലല്ലോ, അല്ലല്ലോ. നമ്മൾ ജീവിച്ച് ഒരുപാട് കാലം ജീവിക്കാനുള്ള അവസരം അല്ലാഹു നമുക്ക് തന്നിട്ട്, അല്ലെ? ദീനീപരമായ മതപരമായ ഏത് ആരാധനാ കർമ്മങ്ങളും നമ്മൾ നിർബന്ധമായി ചെയ്യുന്ന സാഹചര്യം എപ്പോഴാ ചെയ്യേണ്ടത്? നമുക്ക് ബുദ്ധിയും, ഇല്ലേ, ചിന്തിക്കാനും അതിനനുസരിച്ചുള്ള ഒരു പ്രായത്തിലേക്ക് എത്തുമ്പോഴാണ്. പിന്നീട് നമ്മളത് നഷ്ടപ്പെടുത്തുമ്പോഴാണ് നമ്മൾ അതിന്റെ പേരിൽ തെറ്റുകാരാകുന്നത്. നമസ്കാരം 1 വയസ്സായ കുട്ടിക്കല്ലല്ലോ നിർബന്ധം, അല്ലെ? അതിന് പ്രായമുണ്ട്. നോമ്പ് നിർവഹിക്കേണ്ട ആരാണ്? ഏത് പ്രായത്തിലുള്ള ആളാണ്? അപ്പൊ അള്ളാഹു പറയാം, അള്ളാഹു നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായ സമയം തന്നിട്ടുണ്ട്. നമുക്ക് ജീവിക്കാന് 10, 50, 30, 40, 50 ഒക്കെ വർഷങ്ങൾ നമുക്ക് ജീവിക്കാനുള്ള അവസരം അള്ളാഹു തന്നിട്ടുണ്ട്. ആ അവസരം അള്ളാഹു പറയാം അവരോട്, തിരിച്ചു ചോദിക്കുക, അല്ലെ? നിങ്ങൾക്ക് ചിന്തിക്കാൻ ആവശ്യമായ, നിങ്ങൾക്ക് ആലോചിക്കാൻ ആവശ്യമായ അത്രയും കാലം നിങ്ങൾക്ക് ആയുസ് തന്നിട്ടുണ്ട്, ഉമ്മ തന്നിട്ടുണ്ട്, അല്ലെ? പിന്നെയോ വയസ്സ് മാത്രല്ല, സമയം മാത്രല്ല, വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പറയുന്ന, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഉത്ബോധനം നൽകുന്ന, നിങ്ങൾക്ക് പരലോകത്തെക്കുറിച്ചും മരണാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ചും സ്വർഗ നരകങ്ങളെ കുറിച്ചും ഒക്കെ, അത് നിങ്ങൾക്ക് അവിടെ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളെ കുറിച്ച്, അത് നിങ്ങൾ ഏത് രൂപത്തിലാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന പ്രവാചകന്മാര്, താക്കീതുകാര് നിങ്ങളിലേക്ക് വന്നെത്തിയിട്ടുണ്ട്, അല്ലെ? എന്നിട്ട് എന്ത് കേൾക്കാഞ്ഞിട്ടാണോ? ക്ലാസ്സുകൾ കേൾക്കാഞ്ഞിട്ടാണോ? ഖുർആനോ ഹദീസുകളും കേൾക്കാഞ്ഞിട്ടാണോ? പക്ഷെ അന്ന് അതിനെ പരിഗണിക്കാന്, അതിനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല, അല്ലെ? അതുകൊണ്ട് അള്ളാഹു പറയും, അല്ലെ, നിങ്ങൾക്ക് അത്രയും കാലം തന്നിട്ടുണ്ട്, ചിന്തിക്കാൻ ആലോചിക്കാനൊക്കെ വേണ്ടി അതിനാവശ്യമായ സമയം തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് താക്കീതുകാർ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഫദൂഖു ഫമാ ലിദ്ദാലിമീന മിൻ നസീർ, അല്ലെ? ഇനി അനുഭവിക്കാം. ളാലിമുകളായ ആളുകൾക്ക് ഒരു സഹായിയെയും നാളെ പരലോകത്ത് അവിടെ അള്ളാഹു നൽകുകയില്ല, അവർക്ക് ലഭിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. മറ്റൊന്ന് ഇതേപോലെ തന്നെ 23-ാം അധ്യായത്തിലെ 107, 108 ആയത്തുകൾ പരിശോധിച്ച് നോക്കി നമുക്ക് കാണാൻ സാധിക്കും. റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ. അവര് പറയാം, അല്ലാഹു നീ ഒന്നുകൂടി ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നതാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാ, ഇനിയും ഞങ്ങൾ അതിലേക്ക് തന്നെ മടങ്ങി പോകുകയാണെങ്കിൽ, ഇനിയും ഒരു ജീവിക്കാനുള്ള അവസരം കൂടി തന്നിട്ട് ഇനിയും ഞങ്ങൾ അത് തന്നെയാണ് ചെയ്യുന്നത് എങ്കിൽ ഞങ്ങൾ ളാലിമുകൾ തന്നെ, ഞങ്ങൾ അംഗീകരിക്കാം, അല്ലെ? ഇനിയും ഒരു അവസരം കൂടി തന്നിട്ട് ഞങ്ങൾ നന്നാവില്ലെങ്കിൽ ഞങ്ങൾ അക്രമികൾ തന്നെയാണ്, ഞങ്ങൾ നരകാവകാശികൾ തന്നെ, ഒരവസരം കൂടി കൊണ്ടാ എന്ന് അള്ളാഹുവിനോട് പറയാം. അള്ളാഹു അവരോട് തിരിച്ചു പറയുന്നുണ്ട്, ഇല്ല, ഇനി നിങ്ങൾ അപമാനിതരായിക്കൊണ്ട്, അല്ലെ, ഇനി നിങ്ങൾ ഒന്നും സംസാരിക്കണ്ട, ഇനി നിങ്ങൾ അത് അനുഭവിച്ചു കൊള്ളുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകുന്ന മറുപടി. തീർച്ചയായും സത്യവിശ്വാസിനികളെ ഈ ഒരവസ്ഥ, നമുക്ക് ജീവിക്കാൻ കിട്ടുന്ന ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകിയ ആ ഒരു മരണം വരെയുള്ള സമയത്ത് ചിന്തിച്ചും ആലോചിച്ചും സൽക്കർമ്മങ്ങൾ ചെയ്തും നന്മകൾ ചെയ്തും തിന്മകളിൽ നിന്ന് മാറി നിന്നുകൊണ്ടും ഒരു മുഅ്മിനായി ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ, അവസ്ഥകൾ നമ്മുടെ മുമ്പിൽ വരും. നമ്മളെ അല്ലാഹുവിനോട് നിന്ന് കുറച്ച് സമയം കൂടി മരണത്തെ ഒന്ന് നീട്ടിത്തരാൻ വേണ്ടിയാണ്ട്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കരഞ്ഞു പറയുന്ന, ഖേദം പ്രകടിപ്പിക്കുന്ന ആളുകൾ നമ്മളുണ്ടാവും. അതിന് നമ്മൾ ചെയ്യേണ്ട എന്താണ്? ചിന്തിക്കുക, ആലോചിക്കുക. നമ്മുടെ ജീവിതം എന്തിനാണ്? നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായി ചിന്തിച്ച് ആലോചിച്ച് അതിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നുള്ളതാണ്. അതിന് സമയം കണ്ടെത്താൻ നമുക്ക് കഴിയണം എന്നുള്ള. നമ്മൾ ദുനിയാവിന്റെ പിറകെ ഓടി നടന്നു, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, അവരുടെ ജീവിതത്തിന് വേണ്ടി ഞാൻ അങ്ങനെ ഓടി നടന്നു, എനിക്ക് നമസ്കരിക്കാനോ നോമ്പ് തോൽക്കാനോ ഒന്നും കൃത്യമായി അത് ശ്രദ്ധിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്ന് നമുക്ക് അള്ളാഹിനോട് പരാതി പറയാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരലോകത്തേക്ക് ആവശ്യമായത് ഈ ഓട്ടത്തിനിടക്ക് ചെയ്തു കൂട്ടാൻ നമുക്ക് കഴിയണം. നമ്മുടെ നമസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ അത് നിർവഹിക്കാൻ, മറ്റു സൽക്കർമ്മങ്ങൾ കൃത്യമായി നമുക്ക് നിർവഹിക്കാൻ, നമ്മുടെ സമ്പത്തിൽ നിന്ന് സകാത്തും ദാനധർമ്മങ്ങളും ഒക്കെ അത് കൃത്യമായി കൊടുത്തു വീട്ടാൻ ഒരു വിശ്വാസി എന്ന നിലക്ക്, ഒരു മുഅ്മിൻ എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ
നമ്മുടെ മരണം മുന്നിലെത്തുന്ന സമയത്ത് നമ്മൾ അള്ളാഹിനോട് പറയും കുറച്ചും കൂടി ഒന്ന് അവധി കൊണ്ട, അല്ലെ? അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ സമയത്ത് നമ്മൾ അള്ളാഹിനോട് പറയും, അള്ളാഹു ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാം കണ്ടു ബോധ്യപ്പെട്ടിട്ടുണ്ട്, കുറച്ചും കൂടി ഒന്ന് ഞങ്ങൾക്ക് ജീവിക്കാൻ അവസരം കൊണ്ട. അന്ത്യദിനം സംഭവിക്കുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് പറയും, അള്ളാഹു ഒന്നുകൂടി ഞങ്ങൾക്ക് കുറച്ചു കാലം കൂടി പ്രവർത്തിക്കാൻ അവസരം കൊണ്ട് എന്നാ ഞങ്ങൾ സൽക്കർമ്മം ചെയ്യുന്ന സ്വാലിഹുകളായ ആളുകളായി ഞങ്ങൾ ജീവിക്കാം, അല്ലെ എന്ന് അള്ളാഹുവിനോട് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ആലോചിക്കുക. വേദഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ദീനിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് കിട്ടുന്ന നമ്മുടെ കൂടുതൽ സമയം സന്ദർഭങ്ങൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക. കിട്ടുന്ന അവസരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ഒരു നന്മയെയും ചെറുതായി കാണാതിരിക്കുക. നമ്മൾ ഈ ചെയ്യുന്ന ചെറിയ ചെറിയ നന്മകൾ പരലോകത്ത് വലിയ നന്മകളായി നമ്മുടെ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. തിന്മകളെ നമ്മൾ നിസ്സാരമാക്കി കളയാതിരിക്കുക. ഒരു തിന്മയെയും അത് ചെറുതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ നിസ്സാരമാക്കാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ചെറിയ ചെറിയ തിന്മകൾ സൂക്ഷിക്കണം. അത് കൂടി 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 വന്ന് അത് പിന്നീട് നിങ്ങളുടെ നരകത്തിലേക്ക് എത്തിക്കുന്ന വലിയ ഒരു നരകത്തിലേക്ക് എത്തിക്കാൻ കാരണമാകുന്ന ഒന്നായി തീരുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണ സഹിതം പറഞ്ഞു. ഒരു കൂട്ടം ആളുകൾ യാത്ര ചെയ്യുന്നു. അവർ ഒരിടത്ത് അവരുടെ യാത്രക്കിടയിൽ വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുന്നു. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ധാന്യങ്ങളും മറ്റൊക്കെ അവരുടെ കയ്യിലുണ്ട്. അവർക്ക് ആ കുറെ ആളുകൾക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി കുറെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് ചെറിയ ചെറിയ കൊള്ളികൾ ശേഖരിച്ചു വരുന്നു. എന്നിട്ട് ആ വിറകൊക്കെ കൂട്ടിയിട്ട് തീ കത്തിച്ച് അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം അവർ തയ്യാറാക്കി ഭക്ഷണം കഴിച്ച് വിശപ്പടക്കുന്നു. അവർ വിശ്രമിക്കുന്നു. അവരവരുടെ യാത്ര തുടരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ആ വിറക് അത്രയും ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള വിറക് ശേഖരിച്ചത് കുറെ ആളുകൾ അവിടെ ഇവിടെ പോയിട്ട് ശേഖരിച്ചു, അല്ലെ? പെട്ടെന്ന് അവരുടെ കാര്യം നടന്നു. അത് ഒരാൾ മാത്രം ചെയ്യുകയാണെങ്കിലോ കുറെ സമയമെടുക്കും. ഇതേപോലെ നമ്മളിങ്ങനെ നിസ്സാരമായി അതൊരു ചെറിയ തിന്മയല്ലേ, അതൊരു ചെറിയ കളവല്ലേ, അതൊരു ചെറുതല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചെയ്ത് കൂട്ടുന്നത് അതൊരു വലിയ തിന്മയായി അത് നമ്മുടെ നരകപ്രവേശനത്തിന് തന്നെ അത് കാരണമാകുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ മരണത്തിന് അപ്പുറമുള്ള ജീവിതം എന്തായിരിക്കണമെന്ന്, എവിടെ ആയിരിക്കണമെന്ന് നമ്മൾ ആലോചിക്കുക. അതിനനുസരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. ഇത്തരത്തിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് ഖേദം പ്രകടിപ്പിക്കുന്ന, അള്ളാഹുവിന്റെ മുമ്പിൽ തലതാഴ്ച നിൽക്കുന്ന, നരകത്തിന്റെ മുമ്പിൽ നിന്ന് അള്ളാഹുവിനോട് ഒരവസരം കൂടി ചോദിക്കുന്ന ആളുകളെ നമ്മൾ ഇല്ലാതിരിക്കാൻ നമ്മൾ ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകിയ മരണത്തിന് മുമ്പുള്ള ഈ ഒരു സമയം അതിനുവേണ്ടി കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തുക. പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങൾ കൂടുതൽ നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് കൂടുതൽ അള്ളാഹു പ്രതിഫലം നൽകുന്ന ഇത്തരം സമയങ്ങളെ, അതിന്റെ ഓരോ മിനിറ്റുകളെയും വളരെ നല്ല പ്രവർത്തനങ്ങൾക്ക് നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം മുത്തഖികളിൽ മുഅ്മിനുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ ചെയ്തു കൂട്ടിയ നന്മകളെ സ്വാലിഹായ അമലായി നീ ഞങ്ങളിൽ സ്വീകരിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ചെറുതും വലുതുമായി ഞങ്ങളിൽ വന്നുപോയ അബദ്ധങ്ങൾ, തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ട് പൊറുത്ത് മാപ്പ് നൽകണം റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ നാളെ ഇതിലേറെ സന്തോഷത്തോടെ ഒരുമിച്ചിരിക്കുവാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ നോമ്പുകളെ സ്വാലിഹ അമലായി നീ ഞങ്ങളിൽ സ്വീകരിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ വിശുദ്ധ ഖുർആൻ പാരായണങ്ങളെ സ്വാലിഹായ അമലായി നീ ഞങ്ങളിൽ സ്വീകരിക്കണം റഹ്മാനെ. നാളെ വിശുദ്ധ ഖുർആനിന്റെ ശുപാർശ ലഭിക്കുന്ന ആളുകളിൽ നീ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, മാനസികമായ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഞങ്ങൾക്കിടയിലുണ്ട്. അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് നീ അവർക്ക് ആശ്വാസമേകണേ റഹ്മാനെ. അള്ളാഹുവെ, ശാരീരികമായ പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട്. അവരുടെ രോഗങ്ങളിൽ നിന്ന് നീ അവർക്ക് പൂർണ്ണമായ ശിഫ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളേറെ സ്നേഹിച്ചിരുന്ന പലരും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു. അവരുടെ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും നീ അവർക്ക് വിട്ട് പുറത്ത് മാപ്പ് നൽകുകയും അവരുടെ കബറിടങ്ങൾ നീ അവർക്ക് വിശാലമാക്കി കൊടുക്കുകയും അവരെയും ഞങ്ങളെയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, اللهم اجرنا من النار. اللهم انا نسألك الجنة، اللهم انا نسألك الجنة، اللهم انا نسألك الجنة. ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله.